ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാഹിനാസ് റിയൽ വൈബ്സ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഉലുവ ലേഹ്യം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. നടുവേദനയ്ക്കും ശരീരവേദനയ്ക്കും അതുപോലെ ഹൈ കൊളസ്ട്രോളിനെയും ഡയബറ്റീസിനെയും നിയന്ത്രിക്കുകയും ദഹനത്തിനും മുലയൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാൽ ഉണ്ടാക്കുന്നതിനും ആർത്തവവിരാമത്തിൽ അനുഭവിക്കുന്ന ശാരീരികമായ പ്രശ്നങ്ങൾ ക്രമീകരിക്കുന്നതിനും മുടിയുടെ വളർച്ചയ്ക്കും മുടി കൊഴിയാതിരിക്കുന്നതിനും നല്ല കറുപ്പിനും ശരീരത്തിൽ നല്ല തണുപ്പ് കിട്ടുന്നതിനും അതുപോലെ ലിവറിനും കിഡ്നി ഡിസീസിനെ നിയന്ത്രിക്കുന്നതിനും ഒക്കെ വളരെ ഫലപ്രദമായ ഒന്നാണ് ഉലുവ. അതുപോലെ തന്നെ സൗന്ദര്യവർദ്ധക സാധനങ്ങളായിട്ടും ഉലുവ ഉപയോഗിക്കുന്നുണ്ട്. സോപ്പായും ഷാമ്പുവായും അതുപോലെ കോസ്മെറ്റിക് സാധനങ്ങളിലും ഉലുവ ധാരാളമായി ഉപയോഗിച്ചു വരുന്നു. പാരമ്പര്യ ചികിത്സാ രീതികളിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഉലുവ. അതുപോലെ ഫൈബർ, കാൽസ്യം, അയൺ, മെഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഉലുവ ലേഹ്യം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി 100 ഗ്രാം ഉലുവയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ കുതിർക്കാൻ വെക്കണം. മിനിമം 8 മണിക്കൂറാണ് കുതിർക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് വെള്ളത്തിലിടുന്നത്. രാവിലെ ഇതെടുക്കാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന സമയം കവർ ചെയ്യും. ഇപ്പോൾ ഞാൻ 10 മണിക്കൂറായിട്ടുണ്ട് ഇത് വെള്ളത്തിലിട്ടിട്ട്. ഇപ്പം ഞാൻ ലേഹ്യം ഉണ്ടാക്കുന്നതിനായി എടുക്കുകയാണ്. ഇത് ഇനി നമ്മൾ ഒരു കുക്കർ എടുത്തിട്ട് അതിനകത്ത് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകം, അതായത് നല്ല ജീരകം, ചെറുജീരകം, അതുപോലെ 1 സ്പൂൺ മുഴുവൻ ശരിക്ക് പൊടിക്കാത്ത മുഴുവൻ കുരുമുളക്. അത് ലേഹ്യം ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് ഇത് ഇളക്കി കുക്ക് ചെയ്യാൻ വെക്കണം. കുക്ക് ചെയ്യാൻ വെക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ 2 വിസിലും ലോ ഫ്ലെയിമിൽ 3 വിസിലുമാണ് കേൾപ്പിക്കേണ്ടത്. എന്നാൽ മാത്രമേ ഉലുവ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് ഉലുവ കുക്ക് ചെയ്യാം. ഉലുവയ്ക്ക് പറഞ്ഞാൽ തീരാത്തത്ര ബെനിഫിറ്റ് ഉണ്ട്. ശരീരത്തിലെ ഹോർമോണിനെ ബാലൻസ് ചെയ്യാൻ ഉലുവയ്ക്ക് നന്നായി കഴിയും. സ്ത്രീകൾക്ക് ആർത്തവവിരാമ സമയത്ത് ഉണ്ടാകുന്ന ഉറക്കക്കുറവിനും ഇൻസോമിനിയ പോലുള്ള അസുഖങ്ങൾക്കും ഉലുവ കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. ഉലുവ പാകമായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ 2 വിസിലും ലോ ഫ്ലെയിമിൽ 3 വിസിലും വെന്തിറങ്ങിയിട്ടുണ്ട്. അതിന് നമുക്ക് തണുക്കാൻ വെക്കാം. ഇനി നമുക്ക് വേണ്ടത് 500 ഗ്രാം കരിപ്പെട്ടി ചക്കരയാണ്, അതായത് പനം ശർക്കര, പാം ഷുഗർ, പാം ജാഗരി എന്നൊക്കെ പറയും. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ലേഹ്യങ്ങളും മരുന്നുകളും എല്ലാം തയ്യാറാക്കുന്നതിന് പണ്ടുകാലം മുതലേ കരിപ്പെട്ടി ചക്കരയാണ് മരുന്നിനായി ഉപയോഗിക്കുന്നത്. ഈ കരിപ്പെട്ടി ചക്കരയ്ക്കകത്ത് നല്ല അയൺ കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ ചക്കര നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഇനി ഇറക്കി തണുക്കാൻ വയ്ക്കാം. തണുക്കാൻ വയ്ക്കുന്നതിനിടയിൽ നമുക്ക് ഒരു തേങ്ങയുടെ ആവശ്യമുണ്ട്. വലുപ്പമുള്ളതാണെങ്കിൽ 1 തേങ്ങ, അല്ലെങ്കിൽ 1 തേങ്ങയും 1 മുറിയും എടുക്കുക. അപ്പോൾ നമ്മൾ ശർക്കര തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. പാം ശർക്കരയാണ്. അപ്പോൾ ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ ഇനി നന്നായി പിഴിഞ്ഞെടുക്കണം. 1-ാം പാല് 1 ഗ്ലാസ്സിലും 2-ാം പാല് 2.5 ഗ്ലാസ്സിലും പിഴിഞ്ഞെടുക്കണം. അപ്പോൾ 1-ാം പാൽ 1 ഗ്ലാസ്സിലും 2-ാം പാൽ 2 ഗ്ലാസ്സിലും 2.5 ഗ്ലാസ്സിലും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ശർക്കര തണുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് അരിച്ചൊഴിക്കാം. മെലിഞ്ഞ സ്ത്രീകൾക്ക് മാറിടത്തിൻ്റെ വലിപ്പം കൂട്ടുന്നതിനും ഉലുവ സ്ഥിരമായി കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ആർത്തവം നമുക്ക് 5 ദിവസം താമസിപ്പിക്കണമെങ്കിൽ സാധാരണ പതിവായിട്ട് കഴിക്കുന്ന ഉലുവയിൽ കൂടുതലായി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആർത്തവം 5 ദിവസത്തേക്ക് മാറ്റിവെക്കാൻ കഴിയും. കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഉലുവക്കൂട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് ജാറിലേക്ക് മാറ്റണം. ഞാനിപ്പോൾ ഇത് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ടൈറ്റായിരിക്കും ഇത്. അപ്പോൾ നമ്മൾ ഇതിൽ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള 2-ാം പാല് കുറച്ചെടുത്ത് ഒഴിച്ച് അടിച്ചെടുക്കാം. മറ്റ് വെള്ളം
ഒഴിക്കാൻ പാടില്ല. കുക്കറിൽ ഉലുവയോടൊപ്പം ഉണ്ടായിരുന്ന വെള്ളം അല്ലാതെ മറ്റു വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ഇപ്പം നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടുണ്ട്. ഞാനിതൊരു വലിയ ജാറിലാണ് അടിച്ചെടുത്തിട്ടുള്ളത്. മിക്സിയിൽ നമുക്ക് കിട്ടുന്ന മിക്സിയിലെ ഏറ്റവും വലിയ ജാറിലാണ് അടിച്ചെടുത്തിട്ടുള്ളത്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ജോലി പെട്ടെന്നൊന്ന് ഈസിയാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ പാവ് കാച്ചി വെച്ചിരിക്കുന്ന കരിപ്പട്ടി ഇതിനകത്ത് ഒഴിച്ച് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് അടിച്ചെടുക്കുകയാണ്. അപ്പം നമുക്ക് ഇച്ചിരി ജോലി ഈസി ആവും. അപ്പോൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. ഈ ഉലുവ 2 തവണയായിട്ട് പാവൊഴിച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ചെയ്യുന്നത് കുക്ക് ചെയ്യുന്ന ഉരുളിയിൽ ഉലുവക്കൂട്ടിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം അതിനകത്ത് കരിപ്പട്ടിപ്പാനി ഒഴിച്ച് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഇച്ചിരി പണിയാണ്. അത് മിക്സായി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഏകദേശം 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ഉരുകി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉലുവക്കൂട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി കൈയെടുക്കാതെ ഇളക്കണം. അപ്പം ഈ ഉലുവ ദിവസേന കഴിക്കുന്നത് വയറ് അമിതമായിട്ടുള്ളവർക്ക് കുറയാൻ സഹായിക്കും. അതുപോലെ തന്നെ ഗർഭധാരണം വൈകുന്ന സ്ത്രീകൾക്ക് എളുപ്പം ഗർഭധാരണം നടക്കുന്നതിന് ദിവസേന ഉലുവ കഴിക്കുന്നത് നന്നായിരിക്കും. ഇപ്പം നമ്മൾ ഈ ഉലുവക്കൂട്ടെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈ വിടാതെ ഒന്ന് ഇളക്കണം. ഇപ്പോൾ ഞാൻ കുറച്ച് നേരം ഇളക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇളക്കാൻ തുടങ്ങിയിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 2ാം പാൽ കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഇളക്കി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ 25 മിനിറ്റ് ആയിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള 1ാം പാൽ നല്ല കട്ടിപ്പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ലേഹ്യം കുറുകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തീയുടെ കാര്യം നന്നായി ശ്രദ്ധിക്കണം. ലേഹ്യം ലൂസായിരിക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലും കുറുകി വരുമ്പം ലോ ഫ്ലെയിമിലേക്കും നമ്മൾ ഫ്ലെയിമിനെ ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് നമ്മൾ തീ ഇതിനിട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ലേഹ്യം ഈ പരുവത്തിലെത്തിയിട്ടുണ്ട്. അതിനകത്തേക്ക് ഏലക്ക പൊടിച്ചതും തൊണ്ട് കളഞ്ഞ ഏലക്ക പൊടിച്ചതും ചുക്ക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി ഇളക്കണം. ഈ പറഞ്ഞ അളവുകളിലെ ഈ ലേഹ്യം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ ഏകദേശം നമുക്ക് 1 മണിക്കൂർ വേണ്ടി വരും. അപ്പോൾ ഈ 1 മണിക്കൂർ കൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ലെവലിലേക്ക് എത്തുന്നത്, ലേഹ്യമായി മാറുന്നത്. ഇപ്പോഴും കുറുകി തുടങ്ങിയിട്ടേ ഉള്ളൂ. 2ാമതൊഴിച്ച പാലൊന്ന് വറ്റി കുറുകി വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു ലേഹ്യം ഈ ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്, മൂത്ത് വന്നിട്ടുണ്ട്. ലേഹ്യം പരുവമായി എന്നത് മനസ്സിലാക്കാൻ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്പാട്ടുല ഒന്ന് ലേഹ്യത്തിൻ്റെ മധ്യത്തൂടെ ഒന്ന് വകഞ്ഞു മാറ്റിയാൽ ലേഹ്യം 2 വശവും കൂടാതെ ഇങ്ങനെ മാറി നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കയ്യിൽ ഇതുപോലെ എടുത്ത് ഉരുട്ടിയാൽ കയ്യിൽ പറ്റാതിരിക്കും. അല്ലാതെ തന്നെ നമുക്കിത് പരുവമായി എന്നറിയാൻ പാത്രത്തിൽ നിന്ന് ഈ ലേഹ്യം വിട്ട് വരും. എങ്ങും ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ 4 വശത്തുനിന്നും ഇറങ്ങി വിട്ട് വരും. അതുപോലെ തന്നെ ഇങ്ങനെ ഈ സ്പാട്ടിൽ ഉപയോഗിച്ച് ഇങ്ങനെ നമ്മൾ വലിച്ച് മാറ്റുമ്പോൾ ഒട്ടാതെ മാറി നിൽക്കും. അല്ലെങ്കിൽ തിരിച്ച് വന്നിങ്ങനെ ഒട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ലേഹ്യം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം നമ്മൾ ഗ്ലാസ് ജാറിലോ ഭരണിയിലോ നമുക്ക് മാറ്റാം. സാധാരണഗതിയിൽ പണ്ട് കാലത്തുള്ള വൈദ്യന്മാരായാലും ഔഷധശാലകളിലും ഒക്കെ ലേഹ്യം ഭരണികളിലാണ് കുക്ക് ചെയ്ത് മാറ്റി വയ്ക്കുന്നത്. ഇപ്പോൾ ലേഹ്യം റെഡി ആയിട്ടുണ്ട്, തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഭരണിയിലേക്ക് മാറ്റാം. മാറ്റിയതിന് ശേഷം ഇത് എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വെറും വയറ്റിൽ രാവിലെ 1 ടീസ്പൂണും ആഹാരത്തിന് ശേഷം രാത്രിയിൽ 1 ടീസ്പൂണും കഴിക്കണം. ഇതിൻ്റെ ഉപഭോഗങ്ങളെക്കുറിച്ച് പറയാൻ ഒത്തിരിയുണ്ട്. പക്ഷേ വീഡിയോ ലെങ്തായി പോകുന്നതുകൊണ്ട് പറയുന്നില്ല. എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.